BBC ന്യൂസ് ലൈവ് കൊച്ചിയിലേക്ക് സ്വാഗതം. ഈ വാർത്തകൾ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് ലിയോടെക് സോളാർ സൊല്യൂഷൻസ് പവേർഡ് ബൈ മൈൽ ഫുഡ്സ്റ്റഫ്സ് മൂക്കന്നൂർ, ഗ്രാസിയ ടൂർസ് ആൻഡ് ട്രാവൽസ് നിയർ കൊച്ചിൻ എയർപോർട്ട് ആൻഡ് കൊച്ചിൻ കലാഭവൻ അങ്കമാലി ഫ്രാഞ്ചൈസ്. ജനാധിപത്യം സംരക്ഷിക്കുവാനാണ് തന്റെ പോരാട്ടം. ജനങ്ങൾക്ക് വേണ്ടിയാണ് കോടതിയിൽ വന്നത്. സുപ്രീം കോടതിയിൽ നേരിട്ട് വാദിച്ച് മമതാ ബാനർജി. പശ്ചിമബംഗാളിലെ സമഗ്ര വോട്ടർ പട്ടിക പരിഷ്കരണത്തിൽ സുപ്രീം കോടതിയിൽ ഫയൽ ചെയ്ത പുതിയ ഹർജിയിൽ വാദം ഇന്നത്തേക്ക് അവസാനിച്ചു. കേസിൽ തിങ്കളാഴ്ച വിശദമായ വാദം കേൾക്കുമെന്ന് കോടതി അറിയിച്ചു. വാദിക്കുവാൻ പശ്ചിമബംഗാൾ മുഖ്യമന്ത്രി മമതാ ബാനർജി നേരിട്ട് ഹാജരായി. ചീഫ് ജസ്റ്റിസ് സൂര്യകാന്ത്, ജസ്റ്റിസുമാരായ ജോയ് മാല്യ ബഗ്ചി, വിപുൽ പഞ്ചോലി എന്നിവരടങ്ങിയ ബെഞ്ചാണ് ഹർജികൾ പരിഗണിച്ചത്. സുപ്രീം കോടതിയിൽ ശക്തമായ വാദമാണ് മമത ഉന്നയിച്ചത്. ജനാധിപത്യം സംരക്ഷിക്കുവാനാണ് തന്റെ പോരാട്ടമെന്നും മമത വ്യക്തമാക്കി. സ്വർണ്ണക്കൊള്ളയിൽ എല്ലാ അന്വേഷണവും മരവിച്ചു. തൊണ്ടി മുതൽ ഇതുവരെ കണ്ടെത്തിയില്ല. എല്ലാ പ്രതികളും പുറത്തുവരുന്നു. രമേശ് ചെന്നിത്തല. ശബരിമല സ്വർണ്ണക്കൊള്ള കേസിൽ SITക്കെതിരെ മുതിർന്ന കോൺഗ്രസ് നേതാവ് രമേശ് ചെന്നിത്തല സ്വർണ്ണക്കൊള്ളയിൽ എല്ലാ അന്വേഷണവും മരവിച്ചു. തൊണ്ടി മുതൽ ഇതുവരെ കണ്ടെത്തിയില്ല. എല്ലാ പ്രതികളും പുറത്തുവരുന്നു. SITയുടെ ആത്മാർത്ഥത ചോദ്യം ചെയ്യേണ്ടിവരും. കുറ്റപത്രം ഇതുവരെ സമർപ്പിച്ചിട്ടില്ല. വൻ പ്രതികളെ രക്ഷപ്പെടുത്തുന്നുവെന്നും അദ്ദേഹം പറഞ്ഞു. മുഖ്യമന്ത്രിയുടെ ഓഫീസിന്റെ സമ്മർദ്ദത്തിന് SIT വഴങ്ങുകയാണ്. കടകംപള്ളിക്കെതിരെ എന്തുകൊണ്ടാണ് നിയമ നടപടി എടുക്കാത്തത്? സോണിയാഗാന്ധിയുടെ പേര് പറയുന്നത് ശിവൻകുട്ടിക്ക് പേരെടുക്കുവാൻ വേണ്ടിയാണെന്നും അദ്ദേഹം പറഞ്ഞു. അതേസമയം നിയമസഭാ തെരഞ്ഞെടുപ്പിലെ സ്ഥാനാർത്ഥികളെ ഉടൻ പ്രഖ്യാപിക്കുവാനാണ് ശ്രമമെന്നും നല്ല സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിക്കുവാനാണ് ചർച്ചകൾ നടത്തുന്നതെന്നും രമേശ് ചെന്നിത്തല വ്യക്തമാക്കി. ഇൻസോംനിയ GCC ടൂർ. മെന്റലിസ്റ്റ് ആദി UAEയിലെത്തുന്നു. പ്രവാസി മനസ്സിന്റെ പൂട്ട് തുറക്കുവാൻ മെന്റലിസ്റ്റ് ആദി UAEയിലെത്തുന്നു. നിക്കായ് അവതരിപ്പിക്കുന്ന ഇൻസോംനിയ GCC ടൂറിന് ഫെബ്രുവരി 7-ന് തുടക്കമാകും. അബുദാബി നാഷണൽ തിയേറ്ററിൽ വൈകിട്ട് 7:30 മുതലാണ് ഉദ്ഘാടന പരിപാടി. ആർട്ടും സയൻസും മാജിക്കും സൈക്കോളജിക്കൽ ട്രിക്കും ഇഴചേർത്താണ് ഇൻസോംനിയ ഒരുക്കിയിരിക്കുന്നത്. ദുബായ് ഷോയുടെ ടിക്കറ്റുകൾ എല്ലാം വിറ്റഴിഞ്ഞു. 1500ഓളം പേർക്ക് പങ്കെടുക്കുവാൻ കഴിയുന്ന നാഷണൽ തിയേറ്റർ അബുദാബി ഷോയുടെ 90% ടിക്കറ്റുകൾ ഇതിനോടകം വിറ്റഴിഞ്ഞു. പരിപാടിയിൽ പങ്കെടുക്കുവാൻ ആഗ്രഹിക്കുന്നവർക്ക് www.qtickets.com എന്ന വെബ്സൈറ്റിൽ ടിക്കറ്റുകൾ ലഭ്യമാണ്. കൃഷി വകുപ്പിലും തദ്ദേശ സ്വയംഭരണ വകുപ്പിലും പിൻവാതിൽ നിയമനത്തിന് നീക്കം. കൃഷി വകുപ്പിലും തദ്ദേശ സ്വയംഭരണ വകുപ്പിലും പിൻവാതിൽ നിയമനത്തിന് നീക്കം. 10 വർഷമായി കൃഷി വകുപ്പിലെ ഡാറ്റ ഓപ്പറേറ്റർമാരെയും തദ്ദേശ സ്ഥാപനങ്ങളിലെ ടെക്നിക്കൽ അസിസ്റ്റന്റുമാരെയുമാണ് സ്ഥിരപ്പെടുത്തുവാൻ ഒരുങ്ങുന്നത്. സംസ്ഥാനത്തെ 1439 കൃഷി ഓഫീസുകളിലെ 10 വർഷം പിന്നിട്ട കരാർ ജീവനക്കാരെ സ്ഥിരപ്പെടുത്തുവാനാണ് നീക്കം. ഓഫീസ് ഓട്ടോമേഷൻ ആൻഡ് IT കരാർ ജീവനക്കാരെയാണ് സ്ഥിരപ്പെടുത്തുന്നത്. ഇതിനായി ഡാറ്റ ഓപ്പറേറ്റർമാരുടെ പട്ടിക പരിശോധിക്കുന്ന നടപടി പുരോഗമിക്കുകയാണ്. 10 വർഷമായ കരാർ ജീവനക്കാരുടെ പട്ടിക സമർപ്പിക്കുവാൻ പ്രിൻസിപ്പൽ കൃഷി ഓഫീസർമാർക്ക് നിർദ്ദേശം നൽകിയിരുന്നു. ഓൾ കേരള അഗ്രി ഡാറ്റ എൻട്രി ഓപ്പറേറ്റേഴ്സ് അസോസിയേഷൻ നൽകിയ നിവേദനം പരിഗണിച്ചാണ് സ്ഥിര നിയമനത്തിന് നീക്കം. ഇന്ത്യ-US വ്യാപാര കരാർ. പ്രക്ഷുബ്ധമായി പാർലമെന്റിന്റെ ഇരുസഭകളും. ഇന്ത്യ-US വ്യാപാര കരാറിൽ പ്രക്ഷുബ്ധമായി പാർലമെന്റിന്റെ ഇരുസഭകളും. പ്രതിപക്ഷ പ്രതിഷേധത്തെ തുടർന്ന് ലോക്സഭ 2 തവണ തടസ്സപ്പെട്ടു. കർഷകരുടെ താൽപര്യങ്ങൾ സംരക്ഷിക്കുമെന്ന് കേന്ദ്ര വാണിജ്യ വ്യവസായ മന്ത്രി പീയൂഷ് ഗോയൽ ലോക്സഭയിൽ പ്രസ്താവന നടത്തി. കരസേന മുൻ മേധാവി ജനറൽ MM നരവനെയുടെ പ്രസിദ്ധീകരിക്കാത്ത പുസ്തകവുമായാണ് ഇന്ന് പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധി പാർലമെന്റിലെത്തിയത്. പാർലമെന്റിനെയും രാജ്യത്തെയും ഇരുട്ടിൽ നിർത്തിയാണ് US-മായി വ്യാപാര കരാർ സംബന്ധിച്ച ധാരണയിലെത്തിയത് എന്ന കടുത്ത ആരോപണവുമായാണ് പ്രതിപക്ഷാംഗങ്ങൾ പാർലമെന്റിലേക്കെത്തിയത്. സമ്മേളിച്ച ആദ്യ നിമിഷം മുതൽ ഇരുസഭകളിലും പ്രതിപക്ഷം ബഹളമുയർത്തി. 12 മണിക്ക് കേന്ദ്ര വാണിജ്യ വ്യവസായ മന്ത്രി ലോക്സഭയിൽ പ്രസ്താവന നടത്തി. ഉന്നയിച്ച ചോദ്യങ്ങൾക്ക് ഉത്തരമില്ലെന്ന് ചൂണ്ടിക്കാട്ടി. പ്രതിപക്ഷാംഗങ്ങൾ നടുത്തളത്തിലിറങ്ങി പ്രതിഷേധിച്ചതോടെ ലോക്സഭ വീണ്ടും തടസ്സപ്പെട്ടു. പുട്ടു രുചികരമാവണമെങ്കിൽ മയിലിന്റെ പുട്ടുപൊടി തന്നെ വേണം. അതിന് ചെമ്പാപ്പുട്ടാണെങ്കിലും അങ്ങനെ തന്നെ. മയിൽ റൈസ് ആൻഡ് ഫുഡ് പ്രൊഡക്ട്സ്. ശ്രേഷ്ഠം സമ്പുഷ്ടം. വെരി ടൈറ്റിൽ പോസ്റ്റർ പുറത്ത്. ഒയാസിസ് ഇന്റർനാഷണൽ ഫിലിംസിന്റെ ബാനറിൽ സുനിൽകുമാർ നിർമ്മിച്ച് ഷാൻ തൻഹ സംവിധാനം ചെയ്യുന്ന വെറി എന്ന സൈക്കോളജിക്കൽ ത്രില്ലർ ചിത്രത്തിന്റെ ടൈറ്റിൽ പോസ്റ്റർ റിലീസായി. മനുഷ്യ മനസ്സിന്റെ സങ്കീർണതകളും പ്രതികാരത്തിന്റെ ആഴവും ദൃശ്യവൽക്കരിക്കുന്ന ഈ ചിത്രത്തിൽ ജോമോൻ ജോഷി, ബിപിൻ നായർ, ടീന ജോസ്, അഞ്ജന, S. സുനിൽകുമാർ, ശ്രീരാജ് കാപ്പാടൻ, കിരൺ സരിക, സജിൻ ലാൽ തുടങ്ങിയവർ പ്രധാന കഥാപാത്രങ്ങളെ അവതരിപ്പിക്കുന്നു. റവനീത് പിട്ടവും രാഹുൽ ഗാന്ധിയും തമ്മിലുണ്ടായ വാക്പോര് രൂക്ഷ വിമർശനവുമായി കേന്ദ്രമന്ത്രി ഹർദീപ് സിംഗ് പുരി. രാഹുൽ ഗാന്ധിക്കെതിരെ കേന്ദ്രമന്ത്രി ഹർദീപ് സിംഗ് പുരി കേന്ദ്ര സഹമന്ത്രി രവനീത് ബിട്ടുവിനെ ഒറ്റുകാരനെന്ന് വിളിച്ച വിഷയത്തിലാണ് കേന്ദ്രമന്ത്രിയുടെ പ്രതികരണം. രാഹുൽ ഗാന്ധി സിഖ് വികാരം വ്രണപ്പെടുത്തിയെന്ന് ഹർദീപ് സിംഗ് പുരി ആരോപിച്ചു.
രാഹുൽ എല്ലാ സീമകളും ലംഘിച്ചു. രാജ്യത്തെ വഞ്ചിക്കുന്നവരെയാണ് ഒറ്റുകാരൻ എന്ന് വിശേഷിപ്പിക്കാറുള്ളത്. രാജ്യത്തിന് വേണ്ടിയുള്ള സിഖ് ജനതയുടെ സേവനങ്ങളെ രാഹുൽ അപമാനിച്ചുവെന്നും അദ്ദേഹം പറഞ്ഞു. സസ്പെൻഡ് ചെയ്യപ്പെട്ട അംഗങ്ങളുടെ പ്രതിഷേധത്തിനിടെ പ്രകോപനമുണ്ടാക്കിയതോടെയാണ് രാഹുൽ ഒറ്റുകാരനെന്ന് ബിട്ടുവിനെ വിളിച്ചത്. പാർലമെന്റിന്റെ അന്തസ്സ് കാക്കുവാൻ രാഹുൽ ഗാന്ധിക്ക് കഴിയുന്നില്ല. പാർലമെന്റ് അംഗമാകുവാൻ രാഹുൽ യോഗ്യനല്ലെന്നും ബിട്ടു വിമർശനമുന്നയിച്ചിരുന്നു. യുദ്ധം ജയിച്ചു വന്നതാണോ എന്ന് സമരം ചെയ്യുന്ന എംപിമാരെ ബിട്ടു പരിഹസിച്ചാണ് തുടക്കം. മറ്റൊരു വാർത്തയുമായി കണ്ടുമുട്ടുന്നതുവരെ നന്ദി, നമസ്കാരം.